അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിന്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെന്റ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെന്റും യഥാർത്ഥത്തിൽ ഇതിന്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എല്ലാ മാർഗത്തും. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് ആ കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. 2, ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടുള്ള 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുക. കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അന്വേഷണ പരിധിയിലെല്ലാം പെടുമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ എല്ലാം പെടുമല്ലോ, എല്ലാം പെടും. എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫണ്ടിന്റെ സോഴ്സസ് എന്താണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഞങ്ങൾ പ്രാഥമികമായി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യണത്. പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ FCRI ആക്ടിന്റെ വയലേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉചിതമായ ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും. സർക്കാരിന് നഷ്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പണം അങ്ങനെ കൈമാറിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സർക്കാരുകളുണ്ടോ? അതുപോലെ തന്നെ അല്ല, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പണം സ്പോൺസർ എങ്ങനെയാണ് സ്വരൂപിച്ചത്? അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ അന്വേഷണ പരിധിയിലാണ്. അന്വേഷണത്തിന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസ് ആണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വരും. അതിൻ്റെ അകത്ത് അതെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്തായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് റോളായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ ഇവിടെ പ്രൊട്ടക്ട് ചെയ്തോ? ഈ പറയുന്ന ഏജൻസി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയോ? തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും, അന്വേഷണ കാര്യങ്ങൾ വരും.